ഇപ്പോൾ കുറച്ച് താമസിച്ച് എഴുന്നേറ്റാൽ മതി. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അറിഞ്ഞ പിന്നെ ഞാൻ വൈകുന്നേരം വരെ പിറ്റേ ദിവസത്തെ കാര്യം രാവിലെ ആയപ്പം ശ്യാമളം വേട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ആ കാര്യം പറഞ്ഞു. അപ്പൊ എത്രമാത്രം മറവ് എനിക്കുണ്ട്. എത്ര നാളുകൾക്ക് എപ്പോഴും ഓർത്ത് എന്നിട്ട് 11:45 ഒരു മാസം മുന്നേ ഈ 12-ാം തീയതി ഓർത്ത് നടക്കാണ്. എന്നിട്ട് അന്ന് മറക്കാനുള്ള കാരണം എന്നാ? ഇന്നലെ ഓർത്തു ഞാൻ ഇതൊക്കെ കിട്ടോ, അതൊന്നും പറയണ്ട. രാവിലെ മറന്നു തന്നെ ഉള്ളു. രാത്രി ഓർത്ത് കിടന്നു കഴിഞ്ഞു ഞാൻ ഉറക്കത്തി. അതെന്തിനാന്നറിയോ? ഡേറ്റ് പെട്ടെന്ന് ഓർത്തില്ല. അത് മറ്റേ ചേനപ്പാടിയിലുള്ളൊരു വിളിയില്ലേ, അവിടുത്തെ അവൻ നമ്മുടെ ടിൻറ്റുവിൻ്റെ കൂടെ ഞങ്ങൾ അങ്ങനെ വന്നിട്ടുള്ള ജേഷൻ. അപ്പം പുള്ളിക്ക് അറിയാമായിരുന്നല്ലോ ഞാൻ ചാനലുള്ള, അങ്ങനെ പറഞ്ഞിട്ട് അവർ ഗ്രൂപ്പിലെന്തോ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ അവർക്കറിയാം നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന്. പക്ഷെ എത്രമാത്രം ഇതാണെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാനായിട്ട് പറഞ്ഞില്ല. വണ്ടിയിൽ പോയപ്പോൾ അവരിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും മറ്റേ അവിടെ ചെന്നപ്പോഴത്തേനും മറ്റേ കൂടെ ഫുൾ ടൈം ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന ചേട്ടനില്ലേ, പുള്ളി ചോദിക്കും നിങ്ങൾക്ക് എന്താണ് പുള്ളിയൊക്കെ കെട്ടി. ഇല്ല, അവൻ കണ്ടുകൊണ്ടാ മനസ്സിലായി. അവന് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അവനതൊക്കെ ഇപ്പൊ അതൊക്കെ താല്പര്യമുണ്ട്, പിള്ളേരല്ലേ. പറഞ്ഞേട്ടില്ലേ അവിടെ നിക്കത്തില്ലേ? വണ്ടി നേരത്തെ ഇപ്പൊ വരുന്നേ, നേരത്തെ 40-50 വരുന്ന വണ്ടി. അപ്പൊ 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അരമണിക്കൂർ കൊണ്ടുവന്നിട്ട് റെഡിയാണ്. ഞാൻ മുണ്ട് പുറകെ വരും. നോക്കോ, വണ്ടി വന്ന് കിടന്നോ? നിനക്കൊക്കെ നേരത്തെ കാലത്തും പോകത്തില്ലേ? അത്രല്ലേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ വണ്ടി വരുന്നേ. ആ ചേട്ടനായിരുന്നപ്പോ നേരത്തെ വണ്ടി വരുന്നത്. എത്ര ഇന്നാ വണ്ടി വരുന്നത്? റൂട്ട് അത്രയും പഠിച്ചു വന്നതായിരിക്കും. അങ്ങനെ ദേശീയ ചിപ്പില്ലേ, അങ്ങോട്ട് പോകുമ്പോഴാണ് കയറുന്നല്ലേ. ശ്യാമളമ്മ മേടിച്ചു കൂടാ സെന്റ്. നല്ല മണം ഉണ്ടോ, അവിടെ നിൽക്കുകയും ചെയ്യും. നല്ല സെന്റ് ഒക്കെ കളയേണ്ട ആവശ്യമുണ്ടോ? അന്നെങ്കിൽ വന്നിട്ട് അങ്ങനെ എന്താ ഇതിനകത്ത് ഇഞ്ചി ഇല്ലായിരുന്നല്ലോ. ഇഞ്ചും പച്ചമുളകും അതും ഇല്ലല്ലോ ഇതിനകത്ത്. ഇഞ്ചി വേണമെന്ന് നീ പറഞ്ഞില്ലോ, അതിനോട് കൊടുത്തില്ല. ഇഞ്ചി കഴിക്കണേ. നീ അവിടെ പാത്രമല്ലേ ഇറങ്ങണേ? ഞാൻ ഇവിടെ പാലത്തിൻ്റെ അവിടെ അല്ല, അപ്പുറത്താണ്. അന്തിവട്ടത്തിൻ്റെ അവിടെ. അന്തിവട്ടം അവിടോ
ഇപ്പം താമസിച്ച് പോയാൽ മതി, നേരത്തെ വരാം. കുട്ടിക്കാനമായതുകൊണ്ട് പിന്നെ നടക്കുകയും വേണ്ടല്ലോ. അതുപോലെ സ്പോട്ടിൽ ചെല്ലും. ഇവിടെ വന്നാൽ മതി, ഇവിടെ വണ്ടി വരും. ഈ വരുന്ന അജേഷ് നമ്മളവിടെ പണിയുന്നത് ഭർത്താനം താമസിക്കുന്നത്. ഇവിടെ നിന്നൊരു 10-12 കിലോമീറ്റർ. ഇന്നലെ ഞാൻ വരുമെന്നോ? ഹലോ, ഇപ്പോൾ ഇങ്ങനെ മറ്റേ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 40. ഇപ്പോൾ 2 പൈപ്പ് പോകുന്നുണ്ട്. അപ്പം അവന്മാർ എന്തോ ചോദിക്കുന്നുണ്ട്. അത് അജയ നോക്കടാ, നല്ല നോക്കുന്നുണ്ടല്ലോ. പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മൾ 4 സൈഡിലോ 3 സൈഡിലോ ലക്ഷങ്ങളാണ് നടത്തുന്നില്ല. അതങ്ങനെ നിൽക്കും. അല്ലാതെ എനിക്ക് ഒരു വർക്കിനകത്തൊന്നും വിനീത 8 ഡിവിഷൻ. അത് ഇപ്പൊ നമ്മളിപ്പോ ചെല്ലുന്നത് പൈസമാലി എന്ന് പറഞ്ഞു. ഇത് ആഷ്ലി, ഇതിന് സ്റ്റാൻഫോർഡ് അല്ല അങ്ങനെ എന്തോ ഇതിനൊരു പേര് പറയും. ആഷ്ലി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും ഇതിന് സ്റ്റാക്ക് പ്രൂഫ് എന്നോ അങ്ങനെ എന്തോ ഇതിന് ഈ സ്ഥലത്തിന്റെ പേര്. പിന്നെ അപ്പുറത്ത് ഗ്ലെൻമേരി ഇല്ലേ, ഗ്ലെൻമേരി വുഡ്ലാൻഡ്സ് ഏതാ ഏലപ്പാറ റൂട്ടിൽ അവിടെ അങ്ങോട്ട് പോകാം. അവിടെ പാമ്പനാട് ഇറങ്ങി പോകുന്ന വഴിയില്ലേ, ആ വഴിക്കുള്ള ഗ്ലെൻമേരി ഉണ്ട്, വുഡ്ലാൻഡ്സ് ഉണ്ട്, സ്റ്റാക്ക് പ്രൂഫ് ഉണ്ട്, പൈസമാലി ഉണ്ട്, ആഷ്ലി ഉണ്ട്. ഇതിപ്പോൾ ആരുടെ ഇല്ല, ഏത് ബാക്കിയല്ല എവിജിയുടെ ഈ ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഭയങ്കര കാറ്റായിരുന്നു. ഇപ്പോഴും കാറ്റുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ മുഴുവൻ കളിക്കാരെല്ലാം ടർഫിന് പിന്നെ ട്രാക്ടർ വളരായപ്പം കുതിരവണ്ടിയും കുതിരപ്പുറത്ത് വേണ്ട പൊക്കോണ്ട് കയ്യിൽ കാശൊന്നും പോകുന്നില്ല. ഇതിലിങ്ങനൊരു വഴി കയറിപ്പോണ്ട് ഏതാണ്ട് എഴുതി വെക്കുക. അത് അവൻ പറയുന്നതാ, നമ്മൾ പഠിക്കുന്ന പാർട്ടിയാണ്. കാട്ടുപോത്ത്, പുലി, പിന്നെ പന്നി, കേഴ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇല്ല, അത് നാളത്തേക്ക്, നാളെ മതി. ഐ ഡി കാർഡ് എന്തേ? ചില്ലറ വല്ലതും ഉണ്ടോ? ഞാൻ നിന്നെ ഉണ്ടല്ലോ. അമ്മേ, കുറച്ച് പരിപാടിയാണ്, ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അത് ചെയ്യട്ടെ, ഇതൊക്കെ എല്ലാം വൃത്തിയാക്കി ഇടണം. ഒരു പെരയാ ചുമ്മാ സാധാ. അങ്ങനെ ആ വെളിയിലോട്ടുള്ള വ്യൂ ആണ്, ഒരു രക്ഷയില്ല.
ചോറുണ്ണാൻ സമയമായി. ഇവിടെ എല്ലാം പണി നടക്കണം. ഹലോ മൈ ഡിയർ. പറയണ്ട ഇപ്പൊ പോവല്ലോ പിന്നെന്താ ഇപ്പം പോലെ പിന്നെ പൊന്നിന്റെ വേറെ ടൈപ്പല്ലേ ചേച്ചി? ഇത് പൊന്നിന്റെ വേറെ വേർഷനാ. അത് മൂക്കുത്തല്ലോ നമുക്ക്. ആ ഇടയ്ക്ക് വല്ലതും വരണമായിരുന്നു നീ. നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ മാറി ഗ്ലാമർ താരമല്ലേ ചേച്ചി? എന്റെ മോളല്ലേ. കുറ്റം മാത്രമേ പിന്നെ എന്തെങ്കിലും കുറവുകളും വേണ്ടല്ലേ? ഒക്കെ വെച്ചു. ആ അതല്ലേ പറഞ്ഞേ, ഞാൻ പറയാവേ. കേക്കത്തില്ല, കേട്ടില്ല, ഞാൻ പോലും കേട്ടില്ല. അങ്ങനെ പറയുമ്പോ ചേട്ടാ എനിക്ക് വന്ന ക്ലാസ് എന്നറിയോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ആ സെക്കൻഡ് എടുത്തോണോന്നാ പറഞ്ഞേക്കുന്നേ. പറയല്ലേ, ഇട്ട് കൊടുക്കല്ലേ അവളെ. ഇച്ചിരി എന്റെ കണ്ണ് തെറ്റിയാണല്ലോ. യൂണിഫോം. ഹലോ മൈ ഡിയർ. ഹായ്. ഇതൊക്കെ പൊക്കം വെച്ചു, പൊക്കം വെച്ചു കേട്ടോ. ചേച്ചിയല്ലേ വന്നില്ലടാ. തല്ലുന്ന അവളെന്നെ എന്തിനാ? അഹങ്കാരം. കയ്യാണ് ചെളിയാ. തൊപ്പൊന്ന് തല്ലുന്നു. ഇറങ്ങി ഓടിക്കാൻ അജിന്റെ മലയാളം കണ്ടത്തോട്ട് ഇറങ്ങി ഓടിക്കാൻ. അല്ല അല്ല എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കൂട്ടുകാരൊക്കെ ഉണ്ടോ? എത്രയുണ്ട്? പേര് പറഞ്ഞേ. എന്റെ അടുത്ത് എനിക്ക് എന്താ പറയാ അവളെ എന്നെ തല്ലു. നീ അവളോട് യാതൊരു കോളിലും ഞാൻ വരത്തില്ല. എനിക്ക് അവളോട് യാതൊരു കോളും വേണ്ട. വേണ്ടടി, വേണ്ടെന്ന് പറഞ്ഞേക്ക്. കഴിച്ചില്ല നിങ്ങള്? നീ അവിടെ നിന്നപ്പോ ഒന്നും കണ്ടില്ലേ ഇവിടെ കഴിക്കുന്നേ? ഒരു വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നീ ഒക്കെ എന്ന് പറയാനായിട്ടാ അവൻ മാത്രമേ ഉള്ളൂ. അവള് ക്ലയന്റ്. അതൊക്കെ വലിയ കഥയാണ്. ഞാൻ ഓഫ് ആക്കിയിട്ട് പറഞ്ഞ പോരെ. ഈ ലൈറ്റ് ദൈവത്തെ ഓർത്ത് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫോണില് ഇരുട്ടത്തിരിക്കുക ഞങ്ങളെല്ലാം കൂടെ. TV മാത്രം വെക്കാം.
എനിക്കറിയത്തില്ല. നാരായണി അതിനൊരു വണ്ടി ഉണ്ടല്ലോ ഇരിക്കുന്നേ. വണ്ടി അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പുറത്തൊക്കെ വണ്ടി ഒന്നും വരും. വണ്ടി അകത്താ കിടക്കുന്ന വന്തിപ്പേ. അകത്തിരിക്കുന്നോ? അയ്യോ എന്നെ പൊട്ടണത്. ഞാൻ ചോദിക്കാത്തന്ന് എന്താ പിന്നെ ഇവിടെ ഇവളുള്ളോണ്ടാ ഞാൻ പറഞ്ഞത് മേടിക്കാൻ. മേടിച്ചില്ലല്ലോ. നീ അല്ല ഇവിടെ നോയമ്പാണേ, അതുകൊണ്ട് ഇവള് മീനൊന്നും കഴിക്കില്ല. പണ്ട് ഇവിടെ മീൻ മേടിക്കാതിരുന്നപ്പോ മീനില്ലാന്ന് പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ ഇവക്ക് നോയമ്പായപ്പോഴേക്കും ഞാൻ പിന്നെ കിഴങ്ങ് മതിയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കിഴങ്ങുണ്ടാക്കി. അതാ അവക്ക് തിന്നാൻ വേണ്ടി ഞാൻ മേടിക്കാൻ പറഞ്ഞേ. നീ എന്നാ ഞാൻ ദേവി ചേച്ചിക്കത് ചേച്ചി അല്ല ദേവി കുഞ്ഞമ്മ. വൈഫൈ കണക്റ്റാ പണ്ട് വന്നപ്പോ നീ കണക്ട് ചെയ്തല്ലേ? ഏത് വെയിലൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഉണ്ണി വന്നായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ തിരിച്ചു പോവാ. പിന്നെ ഇതല്ലേ എൻ്റെ ഹെൽമെറ്റ്. ആ ഇതാണ് എൻ്റെ ഹെൽമെറ്റ്. ഇങ്ങോട്ട് നോക്കി. ഈ കഴിവോട്ടങ്ങളെ കൊണ്ട് കൊള്ളാവുന്ന ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. എന്നാ ചോദിച്ചു എന്നാ ചോദിച്ചു ഒരു മൂടില്ല. എനിക്കറിയാം ഇവൻ പറയാൻ പോകുന്നത് നല്ല പ്രായമുണ്ടെന്ന്. 35 അയ്യോ അതല്ല അവൻ പറയാൻ വന്നേ. ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുന്നത് ിലുണ്ടായ പെണ്ണുങ്ങളും ആണുങ്ങളുമാണ് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങിയും ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്നതും അവരാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം എനിക്ക് ഒരു വിഷമമുള്ള കാര്യങ്ങളല്ല. മുഖത്ത് നല്ല പ്രായം തോന്നുന്നുണ്ട്. പക്ഷെ നിനക്ക് മാത്രം എങ്ങനെ തോന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും എനിക്ക് അതിന്റെ വൈബ് തോന്നിട്ടില്ല ആർക്കും. അത് നിന്റെ വെറും നല്ല പ്രായം തോന്നുന്നു. ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അത് കുറച്ച് അകലെ എനിക്ക് സിനിമക്കകത്ത് പറഞ്ഞ പോലെ അകലെന്ന് തോന്നുമ്പോ അടുത്തോട്ട് വന്ന് കഴിഞ്ഞാൽ 80s എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? ഞാൻ 80s ഉണ്ടായല്ലോ എന്ന് പറഞ്ഞൊരു അഭിമാനം ഇതിനുള്ളതാണ്. കുറച്ച് മാറിക്കോളും. കിട്ടിയില്ല കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. കുറച്ചും കൂടെ പ്രായമാകും മാറിക്കോളും. ഞാൻ ചിലപ്പോൾ ഞായറാഴ്ച ഉള്ളു കേട്ടോ. ശോഭനാമിച്ച് പറഞ്ഞേ, ശോഭനാമിച്ച് എൻജോയ് ചെയ്യണം. നിങ്ങളെല്ലാം വീട്ടിലിരിക്കട്ടെ. അതായത് അവൻ ശോഭനാമിച്ചിനെ വിളിക്കണം, എന്നെ വിളിക്കണമെന്നോ? വിളിക്കണ്ടെന്നല്ല, ഇവരെല്ലാം വീട്ടിലിരിക്കട്ടെ ഞാൻ വരാന്ന്. എല്ലാവരും വരത്തില്ലേ? ഇരുന്നോളൂല്ലേ? പോവാ. ബൈ. വണ്ടി കൊടുത്തോണ്ടിരിക്കുന്നത് വാഴ വെക്കാൻ എന്നാത്തിന്